പക്ഷെ എന്നാലും മറ പിടിക്കണം എന്നാണ്. ഒരു മറയിലേ ചെയ്യാൻ പാടുള്ളൂ. പബ്ലിക് ബാത്താണ്, ഔറത്ത് കാണി. ഇന്ന് ഔറത്തിന്റെ വിഷയം ഞാൻ പേടിക്കുന്നതല്ല. ഇന്നൊക്കെ ഫ്ലൈറ്റിലൊക്കെ ചെല്ലുമ്പോണ്ട് കുട്ടി ട്രൗസർ ഇട്ടിട്ട് വലിയ വലിയ മനുഷ്യന്മാര് യാത്ര ചെയ്യാം. നമ്മളെ മലയാളികൾ യൂറോപ്പിൽ നിന്ന് ഇവിടുന്നൊക്കെ വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിനെ എംബ്രേസ് ചെയ്തുകൊണ്ടായിരിക്കാം. കാലിന്റെ മുട്ട് എന്ന് പറയുന്ന ഔറത്താണ്. റുക്ബത്ത് റജുൽ ഔറ, ഒരു മനുഷ്യന്റെ ഔറത്താണ്, മറക്കൽ നിർബന്ധമാണ്. കാൽമുട്ട് മറയണം. കാൽമുട്ടിന്റെ മേലെ ആയിരിക്കും ട്രൗസർ. ഒരു ടീഷർട്ടും ഈ കുഞ്ഞു ട്രൗസർ ഇട്ടിട്ട് സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ മോഡേണൈസേഷനാണ്. മുഅ്മിനീങ്ങൾക്കത് ചെയ്യാൻ പാടുള്ളതല്ല. കാൽമുട്ട് മറയണം. അതൊരു ഡീസൻസി ഉണ്ട്. യാത്ര ചെയ്യാൻ കുറെ ആളുകൾ അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടാവും. നമ്മുടെ ശരീരം മറക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും ശരീരം നന്നായി മറക്കേണ്ട സമയമാണ് പുറത്തിറങ്ങുന്ന സമയം. ഇന്ന് പുറത്തിറങ്ങുമ്പോൾ എല്ലാം കാണിച്ചടക്കാന്ന്, അങ്ങനെയാണ്. ഇനി അതുമാത്രമല്ല, നമ്മുടെ വീടുകൾക്കിടയിൽ ഇപ്പോ ഉമ്മമാര് മക്കളുടെ ഇടയിൽ നിൽക്കുമ്പോ അവരുടെ ശരീരത്തിൽ കൃത്യമായ മറ വേണം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്ന പോലെ മറക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ വൾഗറായിട്ട് ഡ്രസ് ഇടുക, കുട്ടികളല്ലേ ഉള്ളൂ. ജ്യേഷ്ഠനും അനുജത്തിയും ജ്യേഷ്ഠത്തിയും അനുജനും ഒക്കെ താമസിക്കുന്ന വീടുകൾ, കസിനുകൾ പോട്ടെ, നേരെ ബ്രദർ ആൻഡ് സിസ്റ്റർ, മുതിർന്ന മക്കളാണ്, അവരുടെ മുമ്പിൽ പോലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പരസ്പരം വസ്ത്രധാരണത്തിൽ നല്ല ഡീസൻസി കീപ്പ് ചെയ്തേ പറ്റൂ. വലിയ അപകടമാണ്. ഇന്ന് ലോകത്ത് തിന്മകൾ അതിന്റെ അതിർവരമ്പുകളൊക്കെ ഭേദിച്ച് എവിടെയോ എത്തിയിട്ടുണ്ട്. വ്യഭിചാരം എന്നൊക്കെ പറഞ്ഞ് പോയി ഇൻസെസ്റ്റ് എന്നാ പറയാ, സ്വന്തം ചോരബന്ധമുള്ള ആളുകൾ തമ്മിൽ വ്യഭിചരിക്കുന്നത്. അതൊക്കെ ഫാഷനായി കൊണ്ടു നടക്കുന്ന കാലം. അതിലൊക്കെ എന്താ കുഴപ്പമെന്ന്. എത്രയോ വിഷയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ. അതിന്റെ വലിയൊരു കാരണം എന്താ? അങ്ങനെ ഒരു തരത്തിൽ ഒരു വൈകാരികത തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രവിധാനം വീട്ടിന്റെ ഉള്ളിൽ മുതിർന്ന മക്കളുള്ളിടത്ത്, കസിനുകളുള്ളിടത്ത്. കസിനുകൾ എന്നൊക്കെ പറഞ്ഞാൽ എളാപ്പ മൂത്താപ്പ മക്കൾക്ക് വിവാഹബന്ധം ജായിസായവരാ, പരസ്പരം കാണാൻ പോലും പാടില്ലാത്തവരാ. ഹിജാബിന്റെ മറയിൽ നിന്ന് അവരെ കാണാൻ പാടുള്ള ശരീഅത്തിന്റെ നിയമം അതൊക്കെ പറഞ്ഞാൽ ഇന്ന് കൊഞ്ഞനം കാണിക്കും ചിലപ്പോ. അതൊക്കെ നടക്കോ ഇല്ലയോ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അള്ളാഹുവിന്റെ നിയമം അതാണ്. അത്രയും അച്ചടക്കം വസ്ത്രവിധാനത്തിൽ മനുഷ്യൻ നാണിക്കാത്തൊരു സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ യഗ്തസിലു ബിൽ ബറാസ്. റസൂലുള്ളാഹി തങ്ങളൊരു മനുഷ്യൻ പുറത്ത് കുളിക്കുന്നത് കണ്ടു. ഫഹമിദല്ലാഹു വഅഥന അലൈഹി, അല്ലാഹുവിന്റെ സ്തുതി പറഞ്ഞുകൊണ്ട് ഹംദും സ്വലാത്തും ചൊല്ലി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജൽ ഹലീമുൻ ഹയ്യുൻ സിത്തീറുൻ. ഈ ഇസ്മു വരുന്ന ഹദീസാണിത്. ഇന്നല്ലാഹ അസ്സ വജൽ ഹലീം, അല്ലാഹു തആല നല്ല ക്ഷമയുള്ളവനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പക്വമായി കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ഹയ്യുൻ, നാണമുള്ളവനാണ്. സിത്തീറുൻ, അല്ലാഹു മറക്കുന്നത് ഇഷ്ടമാണ്. റബ്ബിന് മറ ഇഷ്ടമാണ്. യുഹിബ്ബുൽ ഹയാ വസ്സിത്ർ, അല്ലാഹുവിന് നാണവും അതുപോലെ മറയും റബ്ബിന് ഇഷ്ടമാണ്. ഫഇദ ഗതസല അഹദുകും ഫൽയസ്തതിർ, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കുളിക്കുകയാണെങ്കിൽ ശരീരം മറക്കണേ, ഔറത്ത് കാണിച്ചുകൊണ്ട് കുളിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. അച്ചടക്കവും സംസ്കാരവും മരിച്ചു കിടക്കുന്നിടത്താണ് വിശുദ്ധ ഹബീബിന്റെ ഈ ഹദീത്തിന്റെ പ്രസക്തി നമ്മൾ കാണുന്നത്. അല്ലാഹു സിത്തീറാൻ. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിലേക്ക് അടുക്കും തോറും അവരിൽ നാണവും മറയും കൂടിക്കൊണ്ടിരിക്കും.